മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മാറിയിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അമേരിക്കയിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ കാൻഡിഡേറ്റായ ഡൊണാൾഡ് ട്രംപിന് നേരെ ഇങ്ങനൊരു ആസൂത്രിതമായ നീക്കം നടപ്പാക്കിയത് ആരായിരിക്കുമെന്ന് പറയുന്ന സംശയമാണ് പലരും ഇതിനോടകം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെയുള്ള പല അംഗങ്ങളും ഇതിന് നേതൃത്വം നൽകിയിരിക്കാമെന്ന് പറയുന്ന ആരോപണങ്ങളും ഇന്ന് വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ റാലിക്കിടയിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്നിരിക്കുന്ന ഈ ഒരു ആസൂത്രിതമായ നീക്കത്തിന് കാരണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം? എങ്ങനെയാണ് അമേരിക്കയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ന് നടന്നിരിക്കുന്ന ഈ ഒരു ദാരുണമായ സംഭവം വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? വളരെയധികം വിശദമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഡൊണാൾഡ് ട്രംപിന് എന്താണ് സംഭവിച്ചത്? ഈ ഒരു കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില പ്രൈമറി സ്റ്റേജസ് ഉണ്ട്. ആ പ്രൈമറി സ്റ്റേജസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പൊളിറ്റിക്കൽ പാർട്ടികൾ, അമേരിക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻസും പിന്നെ ഒന്ന് ഡെമോക്രാറ്റിക്സ് എന്ന് പറയുന്ന പാർട്ടികൾ. ഈ രണ്ട് പാർട്ടികളുടെയും ഈ തെരഞ്ഞെടുപ്പിലുള്ള കാൻഡിഡേറ്റ്സ് നിശ്ചയിക്കുന്ന ചില രംഗങ്ങളാണ് ഈ പ്രൈമറി സ്റ്റേജ് നടക്കുന്നത്. ഈ പ്രൈമറി സ്റ്റേജിൽ ഓരോ പാർട്ടിയുടെ അകത്ത് തന്നെ പല നേതാക്കന്മാരും മത്സരിക്കാൻ വരും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയിൽ നിന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പല സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെ പരസ്പരം ഡിബേറ്റ് നടക്കും. അവസാനം ഈ പാർട്ടിയിലെ അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവരുടെ പാർട്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന നേതാവിനെ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക ചെയ്യാറുള്ളത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമെന്ന് പറയുന്നത് ഏകദേശം നവംബറൊക്കെ ആകുമ്പോഴാണ് നടക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ പല ഭാഗത്തായിട്ട് അമേരിക്ക മുഴുവനായിട്ടും പ്രചാരണവും കാൻഡിഡേറ്റ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള വാഗ്ദാനങ്ങളും അവർ എന്തെല്ലാം കാര്യം നിറവേറ്റുമെന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിക്കുന്ന ഡിബേറ്റുകൾ നടക്കാറുണ്ട്. ഇത്തരത്തിൽ നടന്ന പല ഡിബേറ്റുകളിലും ഡൊണാൾഡ് ട്രംപിനായിരുന്നു ശക്തമായ മുൻതൂക്കം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അടുത്തൊരു പ്രസിഡന്റായിട്ട് വീണ്ടും മാറപ്പെടുമോ എന്ന് പറയുന്ന ഒരു സംശയമായിരുന്നു പലരും മുന്നോട്ട് വെച്ചത്. ഇത് സംശയം മാത്രമല്ല, ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പലതരം വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഈ സമയത്താണ് പെൻസിൽവാനിയയിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിനിടയിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ ആസൂത്രിതമായിരിക്കുന്ന ഒരു ആക്രമണം നടപ്പാക്കിയത്. എന്താണ് സംഭവിച്ചത്? ഈ ഒരു കാര്യത്തെപ്പറ്റി നമുക്കിനി മനസ്സിലാക്കാം. അതായത് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്ന ഒരു വേദി, അതൊരു ഓപ്പൺ സ്റ്റേജാണ്. ചുറ്റിലും ആൾക്കാരുണ്ട്, പാർട്ടി റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഡൊണാൾഡ് ട്രംപിനെ കാണാനായിട്ട് ആ പ്രചാരണ സമയത്തുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാനായിട്ട് വന്നിരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഇങ്ങനെ ചുറ്റിലും ഒരു മൊത്തം ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാർ കൊണ്ടുള്ള വലയമാണെന്ന് പറയാൻ സാധിക്കും. അവിടെ തന്നെ സ്പെഷ്യൽ ഫോഴ്സ്, അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സും സീക്രട്ട് സർവീസ് ഏജൻസിയും എല്ലാം ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ട് സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചുറ്റിലും നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു ഡൊണാൾഡ് ട്രംപിന് നേരെ പെട്ടെന്ന് ഒരു വെടിവെപ്പ് നടക്കുന്നത്. ആദ്യത്തെ ഒരു ഗൺ ഷോട്ട് കേട്ട സമയത്ത് തന്നെ ക്രൗഡ് മൊത്തം പാനിക് ആവുന്നുണ്ട്. എല്ലാവരും ചുറ്റിലും നോക്കുന്നു, എന്ത് സംഭവിക്കുന്നു അറിയാതെ. ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തല ഇങ്ങനെ ചരിച്ചതും അദ്ദേഹത്തിൻ്റെ ചെവിയുടെ മോൾ ഭാഗത്തൂടെ ഒരു ബുള്ളറ്റ് പാസ് ചെയ്തു പോവുകയാണ്. ആ സമയത്ത് ഈ ഗൺഷോട്ട് 2-3 ഗൺഷോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നത് തന്നെ അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ടും ചുറ്റിൽ നിന്നിരുന്ന സീക്രട്ട് സർവീസ് ഏജന്റുമാർ കവർ ചെയ്യുകയും അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് വളരെ ദാരുണമായതാണെന്ന് പറയേണ്ടിയിരിക്കും. ഈ വേദിയുടെ സമീപത്തുണ്ടായിരുന്ന സാധാരണക്കാരായ 3 ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കുപറ്റിയെന്ന് പറയുന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അതിലൊരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സ്ഥിരീകരണം അമേരിക്ക ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടു. സോ ഇത്രയും കാര്യം സംഭവിച്ചപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം ഈ ഇമേജസ് പുറത്തു വന്നിട്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ തൊട്ടരികെ കൂടെ, അദ്ദേഹത്തിൻ്റെ പിറകു കൂടെ ഈ ബുള്ളറ്റ് പാസ് ചെയ്യുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പോലെ ഒരു കാര്യത്തെ മിറാക്കിൾ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവന് വലിയൊരു ആപത്തായേക്കാവുന്ന ഘട്ടമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇത് നമ്മൾ അറിയേണ്ടത് ആരാണ് ഈ അറ്റാക്ക് നടത്തിയെന്ന് പറയുന്ന കാര്യം. ഔദ്യോഗികമായിട്ട് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്ന കാര്യമാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറയുന്ന 20 വയസ്സുള്ള പയ്യനാണ് ഈ അറ്റാക്കിന് പിറകിലെന്നാണ്. ഈ പയ്യനെ പോലീസ് പിന്നീട് നടന്ന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സോ ഈ കാര്യമെല്ലാം സംഭവിച്ച ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു വലിയൊരു കളങ്കമായിട്ട് ഇത് മാറിയതായിട്ടും ഇത് അമേരിക്ക നടക്കാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങളും പലരും ഉന്നയിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അറ്റാക്ക് നടന്ന ശേഷം ഇന്ന് അമേരിക്കയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്. ഈ പാർട്ടിയുടെ അകത്ത് തന്നെയുള്ള പല നേതാക്കന്മാരും ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ വേർതിരിവ് രേഖപ്പെടുത്തിയതായിട്ടും അദ്ദേഹത്തിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് പോലും എതിർപ്പുള്ളതായിട്ടും പല ഘട്ടങ്ങളിലെ വാർത്തകൾ പുറത്തു വന്നിരുന്നു.
അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഇല്ലാതാക്കുവാനായിട്ട് സ്വന്തം പാർട്ടിയിൽ അംഗങ്ങൾ തന്നെ ശ്രമിച്ചിരിക്കാമെന്നുള്ള ആരോപണങ്ങളും ഇന്ന് ശക്തമായി മാറപ്പെടാറ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ ഈ കൊലപാതകി, ഈ തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറയുന്ന ആ 20 വയസ്സുള്ള പയ്യൻ, അവൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു മെമ്പറാണെന്നും ഔദ്യോഗികമായിട്ട് ആ പയ്യൻ്റെ ഇലക്ട്രൽ കാർഡിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു മെമ്പർഷിപ്പ് ഉള്ളതായിട്ടും ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അകത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിന് നേരെ ആക്രമണം നടന്നിരിക്കാമെന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴും അവിടെ ശക്തമായ തോതിൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ജോ ബൈഡൻ, ഇപ്പോഴത്തെ കറന്റ് അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയുടെ നേതാക്കൾക്ക് നേരെയും ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു തോമസ് മാത്യു ക്രൂക്ക് എന്ന് പറയുന്ന ഒരു കൊലപാതകി, ആ കൊലപാതകി ഇതിനു മുമ്പ് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ പയ്യന് 17 വയസ്സിനായ സമയത്ത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഡൊണേഷൻ ക്യാമ്പയിൻസ് ഇറക്കാറുണ്ട്. ആ ഡൊണേഷൻ ക്യാമ്പയിനിൽ ഈ ഒരു ഡെമോക്രാറ്റിക് പാർട്ടി, ജോ ബൈഡന്റെ പാർട്ടിക്ക് $15 കോൺട്രിബ്യൂഷൻ നൽകിയതായിട്ടും അതുകൊണ്ട് ഇവന്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടാറുണ്ട്. സോ ഈ രണ്ട് ഇൻസിഡന്റും സൂചിപ്പിക്കുന്ന മൊത്തത്തിൽ അമേരിക്കയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും കാര്യമായ മാറ്റങ്ങൾക്കൊരു കാരണമായിരിക്കാം ഇപ്പോൾ നടന്നൊരു ഇൻസിഡന്റ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പലതരത്തിലുള്ള വ്യാപകമായ കോൺസ്പിറസി തിയറീസും ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ ഗവൺമെൻറ് തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിരിക്കാവുന്ന ഒരു കാര്യം. അതായത് ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കൊലപാതകി ഗണ്ണും കൊണ്ട് അവിടെ നിന്നിരിക്കുന്നത്. സോ ഗണ്ണ് ഒരു റൂഫ് ടോപ്പിൽ ഗണ്ണും വെച്ച് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ എയിം ചെയ്ത് നിൽക്കാനായിട്ട് അവന് സാധിച്ചതായിട്ടും അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു വ്യക്തിയെ പല ആൾക്കാരും ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ടതായിട്ടും അവൻ്റെ കൈവശം ഗണ്ണുള്ളതായിട്ടുള്ള സംശയം പോലും അവിടെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സിനോട് അറിയിച്ചതായിട്ടും ഇന്ന് പുറത്തുവിടുന്ന വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. പലരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സിനെ കണ്ട് ആ ഒരു ഗൺമാൻ്റെ കാര്യം സൂചിപ്പിച്ചതായിട്ടും പക്ഷെ അതിനെതിരെ ആക്ഷൻ എടുത്തിലാണ്. ഈവൻ ചുറ്റിലുമുള്ള സ്നൈപ്പേഴ്സ്, ഈ കാവലൊരുക്കിയിരിക്കുന്ന സ്നൈപ്പേഴ്സ് പോലും കൃത്യമായിട്ട് സർവൈലൻസ് നടത്തുന്ന ഒരു സമയത്ത് എങ്ങനെ ഈ ഒരു അറ്റാക്ക് അവിടെ വന്നുവെന്നും എങ്ങനെ കൃത്യമായിട്ട് അറ്റാക്ക് നടത്താൻ സാധിച്ചു എന്നുള്ള സംശയം, ഇവിടെ ഒരു കോൺസ്പിറസി നടന്നിരിക്കാമെന്ന് പറയുന്ന ആരോപണം, ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കാമെന്ന തരത്തിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ട്. ഓവറോൾ അമേരിക്കയിൽ നടക്കുന്ന ഇപ്പോഴത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ആയിരിക്കുമോ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമോ എന്ന് പറയുന്ന സംശയം പലരും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മുൻതൂക്കമായിട്ട് മാറുന്നൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്സിൽ സിമ്പതി എന്ന് പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം പലപ്പോഴും വോട്ടർമാരുടെ സിമ്പതി പിടിച്ചുവിടാനായിട്ട് പല ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് നമ്മുടെ നാട്ടിൽ പോലും പലതരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഓരോ കാൻഡിഡേറ്റ്സ് നടപ്പാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഡൊണാൾഡ് ട്രംപിന് നടന്നിരിക്കുന്ന അറ്റാക്ക് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ സിമ്പതി ലഭിക്കാനും അതുവഴി വോട്ട് കൂടുതൽ ലഭിക്കാനും അദ്ദേഹം തന്നെ അധികാരത്തിലോട്ട് വരാനുള്ള കാരണമായിട്ട് മാറിയേക്കാമെന്ന് പറയുന്ന ഒരു അഭിപ്രായം ഇന്ന് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓൾറെഡി ജോ ബൈഡനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തെ പറ്റിയിട്ടും ഒരു കേപ്പബിൾ ആയിരിക്കുന്ന പ്രസിഡന്റ് അല്ല എന്ന് പറയുന്ന ആരോപണങ്ങൾ പോലും ജനങ്ങളും പല നേതാക്കന്മാരും ഉന്നയിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മുൻതൂക്കം ലഭിക്കാനുള്ള ഒരു കാരണമായിട്ടും ഇത് മാറ്റിയേക്കാവുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. സോ ഓവറോളായിട്ട് ഇത്രയും കാര്യമാണ് നമുക്ക് ഇതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് യഥാർത്ഥ മോട്ടീവ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു അസാസിനേഷന് പിറകിൽ ആരായിരിക്കും എന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.